മാർച്ച് മാസം ദേശീയ കൊളോറക്ടൽ ക്യാൻസർ അവബോധ മാസമാണ്. വൻകുടലിലെയും മലാശയത്തിന്റെയും അർബുദത്തിന്റെയും സ്ക്രീനിംഗ്, പ്രതിരോധം, നേരത്തെ കണ്ടെത്തൽ എന്നിവയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് ഇങ്ങനെയൊരു അവബോധ മാസം ആചരിക്കുന്നത്. കൊളോറക്ടൽ ക്യാൻസർ അഥവാ മലാശയ അർബുദം എന്നത് വൻകുടലിന്റെയും ഭാഗമായ കൊളോണിലും റെക്ടലിലും ഉണ്ടാവുന്ന അർബുദമാണ്. റിപ്പോർട്ടിലേക്ക്. ജനിതക കാരണങ്ങൾക്കപ്പുറം ജീവിതശൈലിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളാണ് മലാശയ അർബുദത്തിലേക്ക് നയിക്കുന്ന പ്രധാന കാരണങ്ങളിലൊന്ന്. റെഡ് മീറ്റ്, പ്രോസസ്ഡ് മീറ്റ് എന്നിവയുടെ അമിത ഉപയോഗം, കൊഴുപ്പ് അമിതമായി അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതും സംസ്കരിച്ച ഭക്ഷണങ്ങൾ കഴിക്കുന്നതും മലാശയ അർബുദ സാധ്യത കൂട്ടാം. അതുപോലെ അമിത മദ്യപാനം, പുകവലി, വ്യായാമമില്ലായ്മ എന്നിവ കാരണവും ഈ ക്യാൻസർ സാധ്യത കൂടാം. യുവാക്കളിൽ വർദ്ധിച്ചുവരുന്ന മലാശയ അർബുദ മരണങ്ങൾക്ക് പിന്നിൽ അമിതവണ്ണവും മദ്യപാനവുമാണെന്ന് അടുത്തിടെ ഒരു പഠനം കണ്ടെത്തിയിരുന്നു. മിലാൻ സർവകലാശാലയിലെ ഗവേഷകരാണ് പഠനം നടത്തിയത്. അനാൽസ് ഓഫ് ഓങ്കോളജി എന്ന ജേണലിലാണ് പഠനം പ്രസിദ്ധീകരിച്ചത്. മലവിസർജന ശീലങ്ങളിലെ മാറ്റങ്ങളാണ് മലാശയ അർബുദത്തിന്റെ ഒരു പ്രധാന ലക്ഷണം. മലബന്ധം, വയറിളക്കം അടിക്കടി അനുഭവപ്പെടുക, മലത്തിൽ രക്തത്തിന്റെ സാന്നിധ്യം, വയറിൽ സ്ഥിരമായുള്ള വേദനയും അസ്വസ്ഥതയും, വയറ്റിൽ നിന്ന് പോകുമ്പോൾ സ്ഥിരം രക്തസ്രാവം ഉണ്ടാകുന്നതും മലാശയ അർബുദത്തിന്റെ സൂചനയാകാം. മലത്തിന്റെ രൂപം, അളവ് എന്നിവയിലെല്ലാം മാറ്റങ്ങൾ വരിക, എപ്പോഴും വയറ്റിൽ നിന്ന് പോകണമെന്നുള്ള തോന്നൽ, ഗ്യാസ്, മറ്റ് ദഹന പ്രശ്നങ്ങൾ, വിളർച്ച, വിശപ്പില്ലായ്മ, ശരീരഭാരം കുറയുക, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തലചുറ്റൽ തുടങ്ങിയവയൊക്കെ മലാശയ അർബുദത്തിന്റെ സൂചനകളായും കാണപ്പെടാം. ലക്ഷണങ്ങൾ കാണുന്ന പക്ഷം സ്വയം രോഗനിർണയത്തിന് ശ്രമിക്കാതെ നിർബന്ധമായും ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. ഇതിനുശേഷം മാത്രം രോഗം സ്ഥിരീകരിക്കുക.